രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സ്കൂളിൽ കുട്ടികൾക്കെതിരെ അധ്യാപകർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, എൻ്റെ കുട്ടിയെ അത് ചോദ്യം ചെയ്യാൻ നീങ്ങി ആയോ, എൻ്റെ കുട്ടീനെ അത്രയും ഇങ്ങനെ വളർത്തുന്നത്, എന്തിനാണ് അവനെ ചോദ്യം ചെയ്യുന്നത്, അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവനെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു, അവനെ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലും സ്കൂളിലും വരുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അധ്യാപകർ സ്വാഭാവികമായിട്ട് വിചാരിക്കും ഈ വയ്യാവലിക്കൊന്നും വേണ്ട, എന്തിനാ ഞാൻ വെറുതെ നിൽക്കണം, അവനെ വട്ടിന് പോയിക്കോട്ടെ, അവനെന്ത് ചെയ്യാണ്ടിരിക്കുക ചെയ്തോട്ടെ, കമ്മിറ്റ്മെൻറ്റ് ഒഴിവായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി വരുന്നുണ്ട്. ഒരു അധ്യാപകൻ തീർച്ചയായിട്ടും അവരെ മക്കളെ 99% അവരെ പറയുന്നത് സ്വന്തം മക്കളെ പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ്. അവരൊരിക്കലും മോശമാവരുത്, വഴി വെച്ച് പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ പലപ്പോഴും അത് തെറ്റീകരിക്കപ്പെട്ടിട്ട് അവരെ കൂടെ വഴക്കും വയ്യാവലിക്കും പോകുമ്പോൾ, കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് വന്ന് പിന്നോട്ട് നിൽക്കും. കാരണം എന്തായാലും കുഴപ്പമില്ല, അനുഭവമാണല്ലോ ഗുരു എന്ന രൂപത്തിലേക്ക് വരും. ഈ അടുത്തതായിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്, അധ്യാപകർ കുട്ടികളെ നല്ല കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ കേസെടുക്കൊന്നും വേണ്ട, അത് കുറ്റകരമായിട്ടുള്ള സംഭവമല്ല, നല്ല കാര്യമാണെന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്.